ഹായ് ഹലോ. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായാലോ. അപ്പോൾ അതുപോലെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടപ്പത്തിടുന്നു. ഇന്നും പച്ചരിച്ചോറാണ് വെക്കുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ചുമന്നരി ചോറ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പച്ചരിച്ചോറ് വെക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് കഴിക്കാനുള്ളത് റെഡ് റൈസ് ഉണ്ട്. പിന്നെ ഇന്ന് ചീരക്കറിയാണ് വെക്കുന്നത്. അപ്പം പച്ചരിച്ചോറിൻ്റെ കൂടെ ചീരക്കറി ആകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ പച്ചരിച്ചോറ് വെച്ചത്. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് തിരിഞ്ഞ നേരത്തിന് അത് തിളച്ചു കേട്ടോ. അത് പിന്നെ തൂവിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ മേളിൽ മൊത്തം വീഴും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പച്ചരിച്ചോറിന് ഇച്ചിരി ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പ് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ വെച്ചും ആ ചായയുടെ അരിപ്പ കൊണ്ട് വെറുതെ എൻ്റെ മുകളിലൂടെ ഒന്ന് പിന്നെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ വെച്ചും അത് കഴിഞ്ഞിട്ട് അതങ്ങനെ വേവാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കറി വെക്കുന്നത് പാലക്ക് ചീരയാണ്. ഈ പാലക്ക് ചീര ആക്ച്വലി മേടിച്ചിട്ട് 3-4 ദിവസമായി കേട്ടോ. പാലക്ക് ചീര ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അളിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അന്ന് കൊണ്ടുവന്ന ഉടനെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ച് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ച്. അതുകൊണ്ടാണ് അതിങ്ങനെ കല്ലുപോലെ ഇരിക്കുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല. അത് നമ്മൾ അടപ്പയിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ചൂടിരിക്കുമ്പോഴത്തേനും ഐസൊക്കെ നന്നായിട്ട് മെൽറ്റായി പൊക്കോളും. അത് കഴിഞ്ഞ് ഞാൻ ചോറിനെ ചെറിയ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ട് ഈ അടപ്പയിലോട്ട് ചീരക്കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്ത് വെള്ളം അടപ്പേ വെച്ചു. അത് കഴിഞ്ഞപ്പം തൊമരയൊക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തവിയൊക്കെ ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നീളക്കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ചീരക്കറിക്ക് വേണ്ടുന്ന തൊമര അത് ഇച്ചിരി കൂടുകയോ കുറയോ ഞാനങ്ങനെ കണക്കൊന്നും നോക്കാറില്ല കേട്ടോ. ഇതൊരു അരക്കപ്പോൾ എടുത്ത് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും തൊമരയാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകി ആദ്യം ഞാൻ പരിപ്പങ്ങിടും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ അത് നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീസ് ചെയ്ത് വെച്ച ചീര ഇതിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു മാസം ഇരുന്ന് കഴിഞ്ഞാലും ചീരയൊന്നും ആകത്തില്ല. അതേ സ്ഥാനത്ത് നമ്മൾ അല്ലാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്ക് ചീര വേഗം അളിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 4 തക്കാളി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു അരമുറി സവാള വേണം. അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക് എരിവിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ സവാള അരമുറി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഈ ചീരയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിലടുപ്പിച്ച് വേവിക്കാം. ഇത്രയും വെള്ളം ചേർത്താൽ മതി. വേണമെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് തലവേദനിക്കുന്നെന്ന് പറഞ്ഞ് രാവിലെ എണ്ണീറ്റപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അയമോദകവും അതുപോലെ തന്നെ ഇച്ചിരി കരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അപ്പൂസിന് ഇച്ചിരി കുടിച്ചിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ വയ്യാതെ വല്ലതും ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ സമയമില്ലാത്ത നേരത്ത് ഞാൻ പിന്നെ ഇത് ഇച്ചിരി ഒന്ന് തിളപ്പിച്ചൊന്ന് ആറിച്ച് അവന് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അയമോദകത്തിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങനെ ഉണ്ടാവും. കുടിക്കുകയില്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെറും ചീരക്കറി മാത്രമായി പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മീൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇതുകൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മീനിൻ്റെ പേര് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും സമയമായി കേട്ടോ അപ്പൂസിന് പോകാനാണ്. ഞാൻ ചോറ് അപ്പുറത്ത് അടുപ്പയിലോട്ട് മാറ്റി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ചോറ് വെന്തോന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുപ്പേ വെച്ച് ഒന്ന് ഇളക്കി വെച്ചതേ ഉള്ളൂ. പിന്നെ വേവൊന്നും നോക്കിയതേ ഇല്ല. ഞാനത് കാര്യം അങ്ങ് വിട്ടുപോയി. പക്ഷേങ്കിൽ ഇപ്പം കറക്റ്റ് വേവായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, കറക്റ്റ് വേവാണ്. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇതങ്ങ് ഊറ്റിയിടണം. എനിക്ക് വൈറ്റ് റൈസ് കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ പാത്രത്തിൽ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചോറ് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൂസിന് രാവിലെ ദോശയുടെ കൂടെ കഴിക്കാൻ ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇച്ചിരി തേങ്ങ, കടലപ്പരിപ്പ്, ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, അത് കഴിഞ്ഞിട്ടാണ് 2 പച്ചമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുളിക്ക് പകരം ഞാൻ തൈരാണ് ചമ്മന്തിക്ക് ചേർക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇച്ചിരി ഞാൻ ലൂസായിട്ട് അരച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയുണ്ട്. ഇത് കടുവറക്കാനൊന്നും സമയമൊന്നുമില്ല. ഇങ്ങനെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടു. അതിനെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് എന്നാൽ ശരി അങ്ങ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശക്കല്ല് കഴുകി അതങ്ങനെ അടപ്പയിൽ വെച്ചു. ഇനി ദോശക്കല്ല് ചൂടാവുന്ന നേരത്തിന് മാവിന് ഉപ്പൊക്കെ ചേർക്കണം. ഞാനാണെന്നുണ്ടെങ്കിൽ അരി അരച്ച് വെക്കുന്ന സമയത്ത് ദോശമാവിന് ഞാനങ്ങനെ ഉപ്പ് ചേർക്കാറില്ല. ഇന്ന് എന്തായാലും ഇച്ചിരി ചൂടൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ മാവ് ഇച്ചിരി ഒന്ന് പുളിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദോശ ഉണ്ടാക്കണം. ഞാൻ ദോശ ഉണ്ടാക്കാനെ കൊണ്ട് മാവ് അരയ്ക്കുന്ന എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ള ഒരു കൂട്ടുകാരോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അത് അറിയാത്തവർക്ക് ഒരു വട്ടം കൂടെ പറയാം. അരി ഉഴുന്നിൻ്റെ കൂടെ എൻ്റെ കൈക്ക് ഒരു പിടി കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ അതുപോലെ തന്നെ അവലക്കി ഇല്ലെങ്കിൽ ചോറ് ഉപയോഗിക്കും ഞാൻ. അതുപോലെ ഞാൻ ദോശയ്ക്ക് എണ്ണ തൂക്കുന്നത് സവാള വെച്ചിട്ടാണ് കേട്ടോ. അന്ന് എന്നോട് ആരോ ചോദിച്ചു, ചേച്ചി എന്തുപയോഗിച്ചിട്ടാണ് എണ്ണ തൂക്കുന്നതെന്ന്. അവർ ശരിക്കും അന്ന് കണ്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ദോശ നമ്മൾ പരത്തുന്ന സമയത്ത് ഇതുപോലാണെന്നുണ്ടെങ്കിൽ ചെവിട് പരന്ന തവി എടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പരത്താൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശയ്ക്ക് നമുക്ക് എണ്ണയെക്കാട്ടിലും നെയ്യ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലെടുത്തൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ആ ദോശക്കല്ലിൻ്റെ സൈഡിൽ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീര വേവിച്ച് വെച്ച് അതിൻ്റെ എയറൊക്കെ പോയെന്ന് ഇടയ്ക്ക് നോക്കിയതാണ് കേട്ടോ. കാരണം വെച്ചാൽ അപ്പൂസിന് പോകാൻ സമയമായി. അവന് കഴിക്കുന്ന നേരത്തിന് എനിക്ക് അതിന് കടുക് വറക്കുകയും വേണം. അപ്പോൾ ഞാൻ ദോശ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞ് വെച്ചു ആ സൈഡ് കൊണ്ടൊന്ന് വെന്തപ്പോഴത്തേന് അപ്പൂസ് സമയമായമ്മ കഴിക്കാൻ താന്ന് പറഞ്ഞ് അങ്ങനെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിട്ടോ. അപ്പൂസ് കുറച്ചൊരു ഡള്ളാണ്. അപ്പൂസിന് ചെറിയൊരു തലവേദനയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സന്തോഷത്തിലില്ല ആൾ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു അപ്പൂസിന്. അതിൻ്റെ കൂടെ അവന് ചീരക്കറി വേണോ ചമ്മന്തി വേണോ ചോദിച്ചപ്പോൾ ചമ്മന്തി മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കഴിക്കാൻ ചമ്മന്തിയൊക്കെ കൊടുത്ത് കുഞ്ഞ് കഴിക്കാനിരിക്കുന്നു. ആ നേരത്തിന് ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കർ നമുക്കൊന്ന് തുറന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഞാനെപ്പോഴും നന്നായിട്ടൊന്ന് ഉടച്ചാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ ഞാൻ ആ തവിയും കൂടെ ഉടച്ചപ്പോൾ ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വൃത്തിയായിട്ട് ഉടച്ചെടുത്ത് ഇനി ഇതിനൊന്ന് കടുക് വറക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടണം. കടുകും ജീരകം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ചീരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരക്കറിയിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം കറി ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് തോന്നി. അതുകൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചീര വേവിക്കാൻ നേരത്ത് ഞാൻ ഉപ്പ് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചീരക്കറി ഉണ്ടാക്കാൻ എത്ര സിമ്പിളാണെന്നറിയാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൂസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് റൈസ് അതിലേക്ക് ഞാൻ കുറച്ച് ചീരക്കറി ഒഴിച്ച് എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ അപ്പൂസിനങ്ങ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പൂസിൻ്റെ ലഞ്ച് ബോക്സ് ഇതാണ്. അതിലേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ട് ഇനി ഇത് അടച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ കൊടുത്തു വിടും. അപ്പം സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനൊക്കെ കൊണ്ട് ആ സമയത്ത് ഈസി ആവുമല്ലോ. ഇപ്പം കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് അത് ഇച്ചിരി അങ്ങ് കട്ടിയായിക്കോളും. കാരണം പരിപ്പ് കറിയല്ലേ അതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ അപ്പൂസിനെ വിട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് നാരങ്ങ നീരില്ല, അതുകൊണ്ടാണ് വിനീഗർ ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ മസാല ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക. ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്കത് ശരിയാവുന്നില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ശരിയെന്നാൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാന്ന് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതുപോലെ മീനിനകത്ത് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് ഇരുന്നെങ്കിൽ നമുക്ക് ആ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മീനിൻ്റെ അകത്തോട്ടൊക്കെ ഇതുപോലെ ഞാൻ നന്നായിട്ട് മസാല ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളത് ഇതുപോലെ മസാല വരട്ടിയെടുക്കട്ടെ. ഉണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള മീൻ ഞാൻ ഇതുപോലെ മസാല വരട്ടിയെടുത്തു. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഞാൻ ഇങ്ങനെ വിടും. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ട്. എൻ്റെ മൂത്ത മകൻ ഓഫീസിലൊന്നും മീൻ വറുത്തൊന്നും കൊണ്ടുപോകത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുകാമെന്ന് വിചാരിച്ചു. അതിന് കുക്കറിനകത്ത് വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് മുട്ട അതിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് ഇനി ഇത് ഒരു വിസിലടുപ്പിച്ചൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. എന്നോട് ആരൊക്കെ ചോദിച്ചായിരുന്നു ചേച്ചി കുക്കറിൽ എങ്ങനെ മുട്ട വേവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുട്ട അവിടെ വേവുന്ന നേരത്തിന് മീനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ അതങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പാൻ അടപ്പേ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാനിന്ന് മീൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ആ മസാല വരട്ടിയ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ എണ്ണയുടെ ചൂട് കൊണ്ട് മീൻ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് ഇപ്പോൾ 2 എണ്ണം വറക്കുന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ അച്ഛയ്ക്ക് കൊണ്ടുപോകാനോ കൊണ്ടും മൂത്തമകൻ അവന് വേണമെങ്കിൽ രാവിലെ ഒരു പീസ് അവന് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പീസ് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചു. എനിക്ക് വേണ്ടുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിന് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് 2 പേർക്കും വേണ്ടുന്നതാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ മീൻ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുട്ട വേവിക്കാൻ വെച്ചൊരു വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ മുട്ട വെന്തോന്ന് നോക്കാം. കണ്ടില്ലേ. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കട്ടെ.
അപ്പോൾ ഞാനാണെങ്കിൽ ചീരക്കറിക്ക് കടുവറുത്ത അതേ പാനിലേക്ക് തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തോട് കളഞ്ഞ മുട്ട അതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എന്നോട് ആരോ ചോദിക്കുന്നു, ഈ വേവിച്ച മുട്ട എന്തിനാ ഫ്രൈ ചെയ്യുന്നതെന്ന്. അതിനകത്ത് ഇച്ചിരി ഒരു മുളകും ഉപ്പുമൊക്കെ പിടിച്ചിരിക്കും, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കൂട്ടുകാർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ മുട്ടയും ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവർക്കും പാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ മൂത്ത മകനുള്ളത് ഞാൻ പാക്ക് ചെയ്തു. അവനും അതുപോലെ കഴിക്കാൻ സ്പൂൺ വേണം, സ്പൂണില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് അവനെ ഒന്ന് പറഞ്ഞു വിടട്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം ഇനി അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് രാവിലത്തെ വെപ്രാളത്തിൽ എടുക്കുന്നതൊക്കെ അവിടെ വിടും. അപ്പം അതിന് ശേഷമാണ് ഞാൻ എല്ലാം തിരിച്ചെടുത്ത് എല്ലാ സ്ഥലങ്ങളിൽ വെച്ച്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ചോറും കറികളും എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലേക്കെല്ലാം മാറ്റി ഒന്ന് ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകാൻ ഇടണം. അത് കഴിഞ്ഞിട്ടേ അടുത്ത പരിപാടിയുള്ളൂ കേട്ടോ. രാവിലെ ഒരു 3/4 കുക്കർ ചീരക്കറി വെച്ചതാണ്. എല്ലാം കാലിയായി, എല്ലാവരും കഴിച്ചു കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കാലിയായി. ഇനി എനിക്ക് കഴിക്കാനുള്ള ചീരക്കറിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചോറും കറിയും എല്ലാം വേറെ പാത്രങ്ങളിലെല്ലാം മാറ്റി, ഇനി ഇതിവിടുന്നെല്ലാം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം അങ്ങ് സൈഡിലോട്ട് മാറ്റി അടുക്കള ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ആ അടുക്കളയൊന്ന് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത്രയും നേരം നിന്ന് പണിയെടുത്തിട്ട് ഞാൻ ഫുള്ള് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഓട്സ് കാച്ചിട്ട് ഇച്ചിരി കഞ്ഞി പോലെ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു അല്പം പാലൊഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിത് വെള്ളം പോലാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് കട്ടിക്ക് ഉണ്ടാക്കുന്ന ഓട്സ് എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ടീസ്പൂണിനാണ് ഞാനൊരു 3 ടീസ്പൂണോളം ഞാൻ ഓട്സ് എടുക്കുന്നുണ്ട്. ആ 3 ടീസ്പൂണോളം ഓട്സ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടപ്പയിൽ സ്റ്റൗ കത്തിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറിയൊരു മധുരത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാര കഴിയുന്നത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശർക്കര ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച്. ഇനി ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് സമാധാനത്തിലൊന്ന് ഇരുന്നൊന്ന് കുടിക്കണം കേട്ടോ. എങ്കിലേ എനിക്കൊരു റിലാക്സ് ആവത്തുള്ളൂ. കാരണം ഇത്രയും നേരം നിന്ന് പണിയെടുക്കുമല്ലായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരെയും വിട്ടിട്ട് ഞാൻ ഇനി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ശരി, ഇതൊന്ന് സമാധാനത്തിലൊന്ന് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളിലേക്ക് കയറണം. എനിക്ക് ബാക്കിയുള്ള ഒരുപാട് പണികളുണ്ട്. ഒരു ജോലി ആയിട്ടില്ല, രാവിലെ പാചകം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പണി മുഴുവനും ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സമാധാനത്തിൽ കുടിച്ചതിന് ശേഷം വേണം അടുത്ത പണിക്ക് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കുറച്ച് നേരം ഒരു ബ്രേക്ക് തരുവാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കയറാം. അപ്പോൾ ഞാൻ ഇനി ലഞ്ച് ടൈം ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ ലഞ്ചിന് ഞാൻ അടുക്കളയിലേക്ക് കയറിയതാണ്. ബാക്കി കുറേ പണികളുണ്ടായിരുന്നു, അതൊക്കെ ഒരുവിധം തീർത്തു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാൽ ശരി 2 പീസ് മീനൂടെ വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ മീനൂടെ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മീൻ വറുത്തു. അപ്പോൾ എൻ്റെ ലഞ്ച് രാവിലെ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ട കാര്യമാണ് എന്തൊക്കെയാണ് കറിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ മീൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ വറുത്തത്. ബാക്കിയുള്ള കറിയും ചോറും ഒക്കെ രാവിലത്തത് തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ വൈറ്റ് റൈസ് അല്ല, എനിക്ക് റെഡ് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചോറൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് റൈസ് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാനിന്ന് വൈറ്റ് റൈസ് വെച്ചത് കേട്ടോ. എനിക്ക് എന്താ പച്ചരി ചോറിനോട് വലിയ താല്പര്യമേ ഇല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരക്കറി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കറി കേട്ടോ. പാലക്ക് ചീര എൻ്റെ കൂട്ടുകാർ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കറി വെച്ച് നോക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെക്കത്തുള്ളൂ, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണെന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ചീരക്കറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ഇന്ന് ചോറ് കഴിക്കട്ടെ. എനിക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. എനിക്കൊരു മീൻ വറുത്തതും ഒരു ഒഴിക്കാനും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ഇന്ന് ലഞ്ച്, നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേനും ലേറ്റാവും. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.